സംഭരണം വൈകിയതോടെ വേനൽ മഴയിൽ കുതിർന്ന് നെല്ലുകൾ നശിക്കുകയാണ്. പാലക്കാടാണ് 138 ക്വിന്റലോളം നെല്ല് കുതിർന്നു പോയത്. നെല്ല് മുളച്ചു പോകുമോ എന്ന ആശങ്കയിലാണ് കർഷകർ. കൊയ്ത്ത് കഴിഞ്ഞ 50 ദിവസം കഴിഞ്ഞിട്ടും നെല്ല് സംഭരണം പൂർത്തിയാക്കിയിട്ടില്ല എന്നതാണ് അവിടുത്തെ പ്രശ്നം. വെച്ചിട്ട് ഇവിടെ കൃഷിക്കാരെ ആകെ വളരെ ബുദ്ധിമുട്ടാണ്. ഒന്നാമത്തെ പണിക്ക് ആൾ കിട്ടാനില്ല. ഈ നനഞ്ഞ നെല്ല് ഇനി അത് അഴിച്ച് കൊട്ടി ഒരു പണിക്ക് 3 പണിയാണ് ഉണ്ടായിരിക്കുന്നത്. സപ്ലൈകോ വന്ന് ഒരു ലിസ്റ്റ് തന്നിട്ട് പോയി എന്നല്ലാതെ ഇതുവരെ നെല്ലെടുക്കാനുള്ള ഒരു മാർഗ്ഗം ഇവിടെ ചെയ്തിട്ടില്ല. കൃഷിക്കാർ മുഴുവൻ ആത്മഹത്യയുടെ വക്കിലാണ്. എവനെങ്കിൽ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ മന്ത്രി, MLA, MP എല്ലാം അവിടെ വരും. കൊല്ലാനുള്ള വഴിയല്ല ഈ നേതാക്കന്മാർ ചെയ്യേണ്ടത്. അവനെ സംരക്ഷിക്കാനുള്ള ഇത് ചെയ്യണം, വഴി ചെയ്യണം. സമയബന്ധിതമായി നെല്ലെടുത്തിട്ട് പോകാനുള്ള മാർഗം ചെയ്യണം ഗവൺമെന്റ്. അതിനാരെ MLA ആരെ ഇടപെട്ട് ഉടനെ. സാജിദ് അജ്മൽ കൂടുതൽ വിവരങ്ങളുമായി. സാജിദ്, എന്താണ് അവിടുത്തെ പ്രശ്നം? എവിടെ പറ്റിയ പാളിച്ചയാണ് ഈ സംഭരണത്തെ ബാധിച്ചത്? നിഷാദ്, കുറച്ച് കാലമായി നെല്ല് സംഭരണം വലിയ പ്രതിസന്ധി നേരിടുന്നതാണ്. നമുക്കറിയാം, സ്വകാര്യ മില്ലുകളാണ് ഈ നെല്ല് അരിയാക്കി മാറ്റുന്നത്. ഈ സ്വകാര്യ മില്ലുകളാണ് ഈ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്തിയിരുന്നത്. ഈ മില്ലുകളുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ തവണയെല്ലാം തന്നെ വലിയ പ്രതിസന്ധി ഉണ്ടായതോടുകൂടി അത് സഹകരണ സംഘങ്ങളെ ഏൽപ്പിക്കുകയാണ്. സഹകരണ സംഘങ്ങൾ ഈ നെല്ലെടുക്കാൻ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും അതിന് വലിയ കാലതാമസം നേരിടുന്നുണ്ട്. ഈ സഹകരണ മില്ലുകൾ നെല്ല് ശേഖരിക്കുകയും അത് ഈ മില്ലുകൾക്ക് കൈമാറുകയുമാണ് ചെയ്യുന്നത്. ഇതിന്റെ പണം സപ്ലൈകോ നൽകുക എന്ന രീതിയാണ്. ഇപ്പോൾ ഈ കൊയ്ത്ത് കഴിഞ്ഞ 50 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഈ ധോണിയിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ ധോണി മേഖലയിലെ പാടത്ത് ഈ നെല്ല് കൂട്ടിയിട്ടിരിക്കുകയാണ്. ആ കൂട്ടിയിട്ട നെല്ല് ഈ വേനൽ മഴ പെയ്തതോടുകൂടി വലിയ തോതിൽ കുതിർന്ന് പോയിരിക്കുന്നു. വേനൽ മഴ പ്രതീക്ഷിച്ചിട്ടില്ല. ആളുകൾക്ക് ഇത്രയധികം 138 കിൻഡലോളം നെല്ല് ആ പാടശേഖര സമിതിയുടേതുണ്ട്. അത് ശേഖരിക്കാനുള്ളൊരു സംവിധാനം അവരുടെ വീടുകളില്ലാത്തത് കൊണ്ടാണ് പാടത്തിട്ടത്. ഇത് ഈ മഴയത്ത് കുതിർന്ന അവസ്ഥയിലാണ്. ഇങ്ങനെ മുളയ്ക്കുകയാണെങ്കിൽ പിന്നെ ആ നെല്ല് ഈ സപ്ലൈകോ ശേഖരിക്കില്ല. മില്ലുകൾക്ക് അത് അരിയാക്കി മാറ്റാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഈർപ്പം കളയുക എന്നുള്ളതാണ് ഇനി ഇവരെ സംബന്ധിച്ച് വലിയ ഒരു സാഹസികമായ പണി. അങ്ങനെ പലതും മുളച്ചു പോവുകയാണെങ്കിൽ ആ നെല്ല് പിന്നെ എന്ത് ചെയ്യുമെന്ന വലിയൊരു ഈ ചോദ്യചിഹ്നമായി കർഷകർക്ക് മുൻപിൽ നിൽക്കുകയാണ്. എന്തായാലും ഈ സപ്ലൈകോ അത് സമയബന്ധിതമായി ശേഖരിക്കാത്തതാണ് പ്രശ്നം. അത് ഈ കൊയ്ത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് സംബന്ധിച്ച് ഈ ചർച്ചകളും മറ്റും നടക്കുന്നത്. അത് നേരത്തെ തന്നെ കാലെക്കൂട്ടി ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുകയും നെല്ല് സംഭരണം സമയബന്ധിതമായി നടത്തണമെന്ന ആവശ്യം കർഷക സംഘടനകൾ, കർഷകർ നിരന്തരം ആവശ്യപ്പെടുന്നതാണ്. അത് ഇപ്പോഴും പാളിപ്പോയതിന്റെ ഒരു വലിയ ദുരന്തമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്.